No, first 2 movies ഒരു reluctant ആയിട്ട് തന്നെ ചെയ്തത്. പക്ഷെ പിന്നെയാണ് when I saw the kind of ഔട്ട്പുട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കാണുമ്പോൾ തന്നെ ഐ ഗോട്ട് റിയലി ഫാസിനേറ്റഡ് ബൈ ദ ഹോൾ പ്രോസസ് ഓഫ് ഡബിങ്. രാവണിന് ഒരുപാട് സ്ട്രെയിൻ ചെയ്തു. ആക്ച്വലി മൈ വോയിസ് my voice got affected and changed also because of രാവണിൻ്റെ സമയത്ത് ഒരുപാട് I didn't know that I should not scream that much. Very soon, like, in a half an hour I wrote a song. And I wrote a song in 20 days also. അങ്ങനെ as an actor also I'm in a very good space. നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വരുന്ന ഓഫേഴ്സ് തന്നെ സംതിങ് എക്സൈറ്റിംഗ് ഇസ് ദെയർ എന്ന് ഉള്ളത് ആണ്. അപ്പോൾ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിൽം മേക്കിംഗ് ഇസ് വാട്ട് ഇസ് മൈ നെക്സ്റ്റ്. So we have a personality who has been in the industry for quite a long time. Quite a long നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ജനിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ there is this aura that this beautiful lady has actually created. ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിലും വലിയൊരു കാര്യമാണ്. I'm not giving ഒരു സസ്പെൻസ് ഞാൻ ബ്രേക്ക് ചെയ്യാം. It's none other than Rohini ma'am here. So Rohini ma'am, you always inspire a lot of people for sure, because എൻ്റെ അമ്മയാണേലും അവരുടെ ഒരു കോളേജ് ടൈമിലൊക്കെ you've been the star. ആ ഒരു ടൈമിൽ ഒരു ടീനേജ് കോളേജ് ഡേയ്സിലുള്ളവർക്കൊക്കെ വേണ്ടി എസ്പെഷ്യലി ദ കോമ്പിനേഷൻ ഓഫ് യു ആൻഡ് ദി ആക്ടർ, അത് ആ ഒരു കുറേ കോമ്പിനേഷൻസ് ഉണ്ട്. ഇന്നും നമ്മൾ കാണുമ്പോഴത്തേക്കും യു മെയിൻറ്റെയിൻ ദാറ്റ് ഓറ, ആ ഒരു സ്മൈൽ ഉണ്ട്, ദാറ്റ് ഇസ് ഓൾവേസ് ദെയർ. ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ്? ഐ എം ലിവിങ് നോ. Absolutely. So each and every day is a new day for everybody, just like എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഇന്നലെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇനി ഇന്നത്തെ ദിവസം എന്താണെന്നുള്ളതാണല്ലോ. Yeah, so what you did yesterday അത് ഇന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ബട്ട് എവറി ടൈം നമുക്ക് ഫിലിമിലായാലും യു ഹവ് ബീൻ there from the very young age itself. ചെറുപ്പകാലം മുതലായാലും യു ഹവ് ബീൻ ഒരു ടീനേജറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, മെയിൻ ലീഡായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, മദർ റോൾസ് ആയാലും ഇപ്പോൾ ചെയ്യുന്ന റോൾസ് ആയാലും എല്ലാത്തിലും ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് റോഹിണി ആസ് ആൻ ആക്ട്രസ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ റോഹിണി എന്ന് പറയുന്നത് ഒരു ആക്ട്രസ്സേ ഉള്ളൂ. എപ്പോഴും ഒരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. തെലുഗു മാത്രമല്ല, മലയാളത്തിലായാലും തമിഴിലായാലും all the languages you've made your identity, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ്. ഹൗ വാസ് ദ ജേർണി ഇത്രയും ഇന്ന് വരെയുള്ള ആ ഒരു ജേർണി? വെൻ യു ജസ്റ്റ് ലുക്ക് ബാക്ക്, ഹൗ ഡു യു ഫീൽ? ആസ് എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് നമുക്ക് നല്ല വർക്ക് ചെയ്യാൻ കിട്ടണം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ആശ. അത് ഇന്നും എനിക്ക് അങ്ങനത്തെ ഒരു ചൂസ് ചെയ്യണം. ഒരു 4 പടങ്ങളുണ്ട്, അറ്റ്ലീസ്റ്റ് ഫ്രം 3 ലാംഗ്വേജസ് ഐ കീപ് ഗെറ്റിംഗ് ഗുഡ് റോൾസ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോഴും. സോ ദാറ്റ് വേ ഐ എം ഫോർച്ചുനേറ്റ്. ആൻഡ് അതിന് വേണ്ടിയിട്ടായിരുന്നു ചെറുപ്പം മുതൽക്കേ ഐ ഹാവ് വർക്ക്ഡ് ഹാർഡ് ഫോർ ദിസ് സ്റ്റേജ്. അതിപ്പോഴും എനിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ ഡയറക്ടേഴ്സ് വരുന്നുണ്ട്, ന്യൂ ഗൈസ്, യങ്സ്റ്റേഴ്സ്, ന്യൂ ഐഡിയാസോടെ ഫ്രഷ് മൈൻഡോടെ അവർ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ള ആ ഫേസസ് തന്നെ വേണം എന്നില്ല. നമുക്ക് ഫ്രഷ് ഫേസ് വെച്ചിട്ട് ഈ കഥ പറയാം എന്നുള്ള ഒരു ചോയ്സ് എടുക്കാനുള്ള ഒരു സ്ഥലത്താണ് അവരുള്ളത്. അതിന് അപ്പുറം beyond that, if they have to come to me, it means that I have something to offer to the film ennalladana. But that makes me happy, and that keeps me going, if you can say. That will come only from whatever work we have done or doing right now. With complete honesty and complete surrendering to the character and the vision of the writer and director of that film. Adu cheydal you will keep getting good roles. And then Malayalam industry thane you've worked with almost all the legend directors. You're fortunate enough, ellarkum oru avasaram
അങ്ങനെ വലിയ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ കിട്ടാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ബട്ട് യു ഹാവ് ഫോർച്യൂനറ്റ്ലി വർക്ക് വിത്ത് ദം റിയലി. ഒരു ഫൗണ്ടേഷൻ ഏത് ലാംഗ്വേജിലായിരിക്കും ദാറ്റ് യു നോ ഇൻ ആക്ടിങ് ബിൽഡ് No, ചെയ്ത്? I've always said that. I think you also know it. Foundation എനിക്ക് മലയാളത്തിൽ തന്നെയാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരു 15 years ഉള്ളപ്പോഴാണ് ഫസ്റ്റ് ഹീറോയിനായിട്ട് അഭിനയിച്ചത് കക്ക പടത്തിൽ. അതിനു മുമ്പ് ധീര ഐ വാസ് 13, ബട്ട് ദാറ്റ് വാസ് ജസ്റ്റ് വൺ സോങ് ഇൻ ദ ഫിലിം. ആൻഡ് ദെൻ 15 years ഉള്ളപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ആയിരുന്നു, കുയിലിനെ തേടി, പിന്നെ അങ്ങനെ ഇവിടെ തുടങ്ങുന്നു. ഇങ്ങനെ ഒരു ഹിറ്റ് ഫിലിംസ് ഒക്കെ വന്നപ്പോൾ അതിനുശേഷം ഒരു നല്ല ഫൗണ്ടേഷൻ ഫോർ എൻ ആക്ടർ ഇൻ മീ വാസ് ലെയ്ഡ് ഹിയർ. ചെറുപ്പത്തിൽ കുറേ സിനിമ ചെയ്തു, പക്ഷേ അത് നമ്മൾ അച്ഛൻ എന്തു പറയുന്നു അല്ലെങ്കിൽ ഡയറക്ടർ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അത്. പക്ഷേ ഇത് നമ്മളായിട്ട് പ്രോസസ്സ് ചെയ്ത് ഈ ക്യാരക്ടറിന് ഇങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നത്, ട്രെയിൻ ചെയ്തത് മലയാളം ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഭയങ്കര ഇപ്പോൾ ഒരു കളർഫുൾ വേൾഡിലാണ് ഇരിക്കുന്നത്. ബട്ട് യു ഹവ് സീൻ ദ ട്രാൻസിഷൻ ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ഇറ്റ് സെൽഫ്, യു നോ, സീയിങ് യുവർ സെൽഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്ക്രീൻ. ഒരു വലിയ ഡിഫറൻസ് തന്നെയാണ് നമ്മൾ അന്ന് സിനിമ കാണുന്നതും ഇന്ന് സിനിമ കാണുന്നതും. ഹൗ ഡു യു ഫീൽ, യു നോ, ലൈക്ക് ടെക്നിക്കലായിട്ട് വളരെ നല്ല സ്ഥലത്താണ് നമ്മൾ. സ്റ്റോറീസ് അപ്പോഴും ഇപ്പോഴും നമ്മൾ നല്ല സ്റ്റോറീസ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഗ്ലോബൽ സ്റ്റോറീസ്, ഓൾ ദി അതർ. മലയാളത്തിൽ ഇതിനു മുമ്പ് തന്നെ ഗ്ലോബൽ സ്റ്റോറീസ് ആയിരുന്നു പറഞ്ഞത്, റൂട്ടഡ് ഇൻ ദ റൂട്ട്സ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ഗ്ലോബൽ സ്റ്റോറീസ് ആയിരുന്നു. മറ്റുള്ള സ്ഥലത്തൊക്കെ ദേ സ്റ്റാർട്ടഡ് ഒരു വെസ്റ്റേൺ കൾച്ചറിനെ ഏപ്പ് ചെയ്യാതെ ഒരു ഷോർട്ട് സ്കേർട്സ് ഇടുന്ന ഒരു ഹീറോയിൻ, നമ്മുടെ നോബഡി ഇൻ അവർ സൊസൈറ്റി വെയർസ് തിങ്സ് ലൈക്ക് ദാറ്റ് അല്ലേ, അതൊന്നും അല്ലാതെ ഉള്ള സ്റ്റോറീസൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്, തമിഴിലായിക്കോട്ടെ തെലുഗുലായിക്കോട്ടെ. പിന്നെ we have grown in a way where the society reflect ചെയ്യുന്ന സ്ഥലത്ത് പോകുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരു പ്രീച്ചി സ്റ്റോറീസോ അങ്ങനെയായിരുന്നു. ഇത് അങ്ങനെയല്ല. സൊസൈറ്റിയിലുള്ള ഓൾ ഷെയ്ഡ്സിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന സിനിമകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് അപ്പോഴത്തേക്കും ഇപ്പോഴത്തേക്കും ഉള്ള ഡിഫറൻസ് എനിക്ക് തോന്നുന്നു. ഫ്രം ആക്ടിങ് യു ഹവ് ടേക്കൺ അനദർ ഹാറ്റ്, ഡബിങ്. ഭയങ്കരമായിട്ട് പോപ്പുലറായിട്ട് നിൽക്കുന്ന ഇപ്പോൾ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് നമുക്ക് പറയാം. ഈ ആക്ട്രസ്മാർ ഒത്തിരി പേര് ഇപ്പം നമ്മൾ കണ്ടപ്പോഴും ഓൺ സ്ക്രീനിൽ ചെയ്യുന്ന ആക്ട്രസിന് വോയിസ് കൊടുക്കുന്നു. ആ ഒരു ഡബിങ് ഒരു പ്രൊഫഷൻ്റെ കൂടെ ഒരു ഭാഗമാകാം എന്ന് എപ്പോഴെങ്കിലും, ലൈക്ക് യു ആക്ച്വലി ഐ തിങ്ക് യു ആക്സിഡൻ്റലി ഗോട്ട് ഇൻ ടു ഡബിങ് അല്ലേ, ആൻഡ് അതിനൊരു പ്രൊഫഷൻ ആക്കാം ആൻഡ് യു സ്റ്റാർട്ടഡ് ലവിങ് ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു? ഫസ്റ്റ് 2 movies ഒരു റിലക്റ്റൻ്റ് ആയിട്ട് തന്നെ ചെയ്തത്. പക്ഷെ പിന്നെയാണ് വെൻ ഐ സോ ദ കൈൻഡ് ഓഫ് ഔട്ട്പുട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് കാണുമ്പോൾ തന്നെ ഐ ഗോട്ട് റിയലി ഫാസിനേറ്റഡ് ബൈ ദ ഹോൾ പ്രോസസ് ഓഫ് ഡബിങ്. ആ ഒരു ഫാസിനേഷൻ ഉള്ളത് കാരണം മാത്രമാണ് ഐ ഹാവ് നെവർ ഡബ്ഡ് ഫോർ എ മൂവി just for the sake of dubbing. അവർ എന്തെങ്കിലും ചോദിച്ചാലും കൂടി, because in money wise there's nothing in dubbing actually. even today there is nothing in dubbing. You can't demand like that also, like, you know, in a movie you can demand when you have given a successful film and you've been part of something very successful, you can demand. പക്ഷെ dubbing അങ്ങനെയല്ല. അപ്പോൾ അവർക്ക് വേറെ they don't have budget, പക്ഷേ ആ ഒരു ക്യാരക്ടർ ഹാസ് ടു ബി, യുനോ, ആ ഒരു യുണീക്നെസ് വരണം. അത് ആ യുണീക്നെസ് എൻ്റെ വോയിസിൽ മാത്രം അത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഡയറക്ടർ ഈസ് തിങ്കിങ് അല്ലേ, ഹി ബിലീവ്സ് ഇൻ ദാറ്റ്, ഹി ഓർ ഷീ ബിലീവ്സ് ഇൻ ഇറ്റ് എന്ന് തോന്നുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു സീ ദാറ്റ്, യു നോ, വാട്ട് വി കൻ ഡു എന്നുള്ളത്. അത് ഒരു ടൈപ്പ് ഓഫ്, ലൈക്ക്, യു നോ, ഇറ്റ്സ് വെരി I've learned a lot while dubbing actually. Acting. Yeah. I learned a lot while dubbing. മണിരത്നം sir has influenced you a lot. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഡബ് ചെയ്തിട്ടുണ്ട്.
ഈവൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് മനീഷയുടെ ക്യാരക്ടർ ആണെങ്കിലും യുനോ ഇൻ ബോംബെ ഐശ്വര്യ റോയുടെ ക്യാരക്ടർ ആണെങ്കിലും രണ്ട് എക്സ്ട്രീം ക്യാരക്ടേഴ്സാണ്. സോ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ബിഹൈൻഡ് ദ സ്ക്രീൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് പ്രോബബ്ലി ഓഡിയൻസിന് അറിയാവുന്ന, ഇൻഡസ്ട്രിയിൽ അറിയാവുന്നവർക്ക് അറിയാം. പക്ഷെ അതിൻ്റെ ബാക്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു എഫേർട്ടുണ്ട്, സോഫ്റ്റ് നിന്നും ഹാഷ് ആ ഒരു ലെവലിലേക്ക്. ഹാവ് യു എവർ ഫൗണ്ട് എനി കൈൻഡ് ഓഫ് ഒരു ഡിഫിക്കൽട്ടി ഓർ ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്തെങ്കിലും ക്യാരക്ടേഴ്സ്? രാവണിനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്തു. ആക്ച്വലി മൈ വോയിസ് my voice got affected and changed also because of റാവണിൻ്റെ സമയത്ത് ഒരുപാട് I didn't know that I should not scream that much. അപ്പോൾ സാറ് പറഞ്ഞു they will only give us some instructions like it's that one animal instinct varnam. She's been abducted and she's been put into so many situations where she doesn't know whether she's going to live or she's going to die എന്നുള്ളത് അറിയാത്ത ഒരു സിറ്റുവേഷനിൽ അവളുണ്ട്. അപ്പോൾ ബട്ട് ഷീസ് നെവർ ഗിവിങ് അപ്പ് ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് പോകാത്ത ഒരു. സോ ഐ screamed and for a week after that I could not talk. So my doctor said you cannot do that to your vocal cords എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോഴും കൂടി എനിക്ക് ഒരുപാട് നേരം സംസാരിച്ചു കഴിഞ്ഞാൽ then I start having one kind of ഇത് because of that. So Ravan was a very very tough film to dub and I really put in so much of effort for that film. That could also be seen on screen definitely. ആ ഒരു ക്യാരക്ടർ എൻഹാൻസ് ചെയ്യുന്നതും is definitely dubbing ചെയ്യുന്നത് തന്നെയാണ്. ഡബിൾ ദി എഫേർട്ട് ഇടണം അല്ലേ വാട്ട് ഇസ് ഒരു ആക്ട്രസ് ചെയ്യുന്നതിൻ്റെ കാട്ടിലും? അങ്ങനെയല്ല ചേച്ചി, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അവർ സ്ക്രീനിൽ ചെയ്യുന്നതും അതുമാതിരി എഫേർട്ട് തന്നെയാണ്. എസ്പെഷ്യലി ഇവിടെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ടൈമുണ്ട്. വി ക്യാൻ ട്രൈ. അവിടെ അങ്ങനെ ടൈം കിട്ടില്ല നമുക്ക്. ഓൺ ദ ലൊക്കേഷൻ എന്തെങ്കിലും ലൈറ്റ് പോകുന്നുണ്ടാവും, യു ഹാവ് ടു ഗിവ് യുവർ ബെസ്റ്റ് ഇൻ probably 2-3 takes നമുക്ക്. അപ്പോൾ ആസ് എൻ ആക്ടർ ഐ നോ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ഓൾസോ വി ഹാവ് ഐ ഹാവ് ഓൾസോ. അപ്പോൾ അത് ടു ഗെറ്റ് ഇൻ ടു ദറ്റ് റോൾ ആൻഡ് ടു ഗെറ്റ് ഇൻ ടു ദറ്റ് സ്പേസ് വെയർ യു ഹാവ് ടു ബ്രിങ് ഔട്ട് ദോസ് ഇമോഷൻസ്. പക്ഷേ for that also you prepare as an actor. That is your job to prepare yourself for that particular moment എന്നുള്ളതാണ്. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നു. സൂപ്പർ. ലൈക്ക് യു സെഡ് ഒത്തിരി ലേൺ ചെയ്തിട്ടുണ്ട് ഡബിങ് ചെയ്യുന്ന സമയത്ത് തന്നെ. സോ ആക്ടിങ്ങിലാണെങ്കിലും യു സ്റ്റാർട്ടഡ് ഓഫ് പ്രോബബ്ലി അത് ആ പോയിന്റിൽ ലൈവ് സൗണ്ട് ആയിരുന്നു പണ്ട് ഒരു ഇതിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് വന്ന് വീണ്ടും നമ്മൾ ആ പഴയ ഒരു പാറ്റേണിലേക്ക് പോവാണ്. ആ ഒരു ആക്ടിങ്ങിൽ തന്നെ ഹൗ കംഫർട്ടബിൾ ആയി? യു ഷുഡ് ബി ഡെഫിനറ്റ്ലി കംഫർട്ടബിൾ പണ്ട് ചെയ്തിരുന്ന ഒരു എന്തെങ്കിലും? ലൈവ് സൗണ്ട് ആയിരുന്നു ചെറുപ്പത്തിൽ ഞാൻ അഭിനയിച്ചപ്പോൾ. പിന്നെയും ഇപ്പോൾ ഒത്തിരി ലൈവ് സൗണ്ട് വരുന്നു. പക്ഷേ അങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇപ്പോൾ നമുക്ക് വി കൻ ജസ്റ്റ് പിക്ക് ഇറ്റ് അപ്പ് എന്നുള്ളതല്ല. ഇതിൻ്റെ ഇടയ്ക്ക് I have also done theatre. Tamil theatre I've been very active and still now also if there is a chance for me to do something on stage I do that. So that actually gave me a lot of confidence to handle live sound because avade പോകുമ്പോൾ അവിടെ നമുക്ക് you have to project your voice in such a way that even if you are whispering it should be heard എന്നുള്ളത്. And also it is basically voice culture-ന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് ആണ്. And we do voice culture ചെയ്യും before every performance, every play we go into we do voice culture. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഇപ്പോൾ ലൈവ് സൗണ്ട് ചെയ്യാൻ വരുമ്പോൾ അതാണ് എനിക്ക് വളരെയധികം ഇറ്റ്സ് കമ്മിങ് ഇൻ ടു ഹാൻഡ് ഐ കൻ സേ. സോ ഇഫ് ദർ ഇസ് എനിത്തിങ് ലൈക്ക് കോളാമ്പി ലൈവ് സൗണ്ട് ആയിരുന്നു, വിരുമാണ്ടി ലൈവ് സൗണ്ട് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഒരു 2-3 പടങ്ങൾ ഇടയ്ക്ക് ചെയ്ത പടങ്ങളൊക്കെ ലൈവ് സൗണ്ട് ആയിരുന്നു. അപ്പോൾ ഐ കൻ സീ ദ ഡിഫറൻസ് വെൻ ഐ എം ഗോയിങ് ടു ഡബ് ഫോർ മൈസെൽഫ് ഇറ്റ് സെൽഫ്. ആ ഒരു പെർഫോമൻസിനും ലൈവ് സൗണ്ട് ചെയ്തിട്ടുള്ള പെർഫോമൻസിനും യു കനോട്ട് മാച്ച്. ലൈവ് സൗണ്ട് ആണ് ബെസ്റ്റ്. If you ask me, everybody should get into the space of live sound. Actually, other than India,
nowhere else in the world they do dubbing. ഇപ്പോൾ നമുക്ക് ചില ഫെസ്റ്റിവൽസിനൊക്കെ നമ്മുടെ പടങ്ങൾ അയക്കുമ്പോൾ അതൊരു ക്രൈറ്റീരിയ ആണ്. ഡബിങ് ചെയ്തിട്ടുള്ള പടം they do not accept. Correct. Okay. That's why you have to, and it is time that we should also, because we are only looking at it as one thing. അയ്യോ നമ്മുടെ എൻവയോൺമെന്റ് അങ്ങനെയാണിത് ഒന്നുമല്ല. they're all like us only. ജപ്പാനിൽ അങ്ങനെയാണ്. if you see, it is very crowded. പാരീസ് ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആണ്. പക്ഷേ the kind of efforts they put into it is part of their film making. ഇപ്പോൾ ഇത് നമ്മുടെ പാട്ട് ആക്കിയിട്ടില്ല. So the film I directed also, I did live sound. Okay, interesting. But അതൊരു ഡിഫിക്കൽട്ട് ആയിട്ടാണ് എല്ലാരും കാണുന്നത്. ഇല്ല you just have to be എന്താണെന്ന് വെച്ചാൽ you can say that ബഡ്ജറ്റ് ഇത്തിരി അതിന് നമ്മൾ അലോക്കേറ്റ് ചെയ്യണം. എന്നിട്ട് ഇറ്റ് ഈസ് ഓൾസോ വൺ മോർ ആസ്പെക്ട് ഇൻ ഫിലിം മേക്കിംഗ്. അപ്പോൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ്വലായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം, പെർഫോമൻസസ് കോൺസെൻട്രേറ്റ് ചെയ്യാം. ബിക്കോസ് സൗണ്ട് ഡിസൈനർ, സൗണ്ട് റെക്കോർഡിസ്റ്റ് ഓൺ ദി ലൊക്കേഷൻ ക്യാൻ സേ ബെസ്റ്റ് ഷോട്ടിന് I need one more take because sound was not good എന്ന് പറയാം. അപ്പോൾ we have to give him another take because ഇപ്പോൾ ക്യാമറയിൽ ശരിക്കും ഫോക്കസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ we have to do the best performance ആണെങ്കിലും you have to give another take. അപ്പോൾ അങ്ങനെ സൗണ്ടിന് വേണ്ടിയിട്ടും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ there are ways you can handle that also. You can take the best shot and you can put the other sound and something you can do. So you just have to be aware of many things, and you should train your unit and yourself as a director. Filmmaker has to train himself for that. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ കുറേ ലൈവ് സൗണ്ട് ആണല്ലോ ചെയ്യുന്നത്. സോ ആക്ടിങ്, ഡബിങ്, യു റൈറ്റ് അല്ലോ, ലിറിക്സ് ആണെങ്കിലും ഇപ്പം ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ എഴുതുന്നുണ്ട്. എങ്ങനെ, ഹൗ ഡു യു ഫൈൻഡ് ടൈം ഫോർ ഓൾ ദിസ്? ഓഫ് കോഴ്സ് it is a little difficult task, to set time for each and everything. അങ്ങനെയാണോ, or just flows like every day പോലെ അതങ്ങ് പോവാൻ? ടൈം ഉണ്ട്, കുറേ ഉണ്ട് ടൈം. I just like you said, I keep some time for, and also it's there inside is there is this voice we have to do this എന്നുള്ളത്. അപ്പോൾ റൈറ്റിംഗ് എന്ന് പറയണത്, സംടൈംസ് ലിറിക്സ് എന്ന് പറയണത് അവർ നമുക്ക് they will also give us ടൈം ലിമിറ്റ്. വി നീഡ് ഇറ്റ് ഇൻ 1 week എന്ന് പറയും. സോ ആ 1 week ഏതായാലും എല്ലാം മാറ്റി വെച്ചിട്ട് അത് മാത്രം തന്നെ ആയിരിക്കും നമ്മുടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും ഇറ്റ് വിൽ ബി പ്ലേയിങ് ദ സോങ് ഓർ ദി ഐഡിയാസ് വിൽ ബി പ്ലേയിങ് ലൈക്ക് ദാറ്റ്. സംടൈംസ് ഇറ്റ് ഹാപ്പൻസ് very soon, like in a half an hour I wrote a song. And I wrote a song in 20 days also. അങ്ങനെ sometimes it happens like that. അത് സോങ് സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റോറി എന്ന് പറയണത്, ഇഫ് ഐ എം ടേക്കിംഗ് ആൻ ഐഡിയ, ഐ നീഡ് ടു ഡു എ ലോട്ട് ഓഫ് റിസർച്ച്. അപ്പോൾ ആ റിസർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു എമോഷൻസ് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ എമോഷൻസ് കണ്ടുപിടിക്കുന്നതിന് we have to speak to the people who have gone through similar issues. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് കഥകൾ കിട്ടും, നമുക്ക് ഇൻസിഡൻസ് കിട്ടും. അപ്പോഴാണ് അത് ഒറിജിനൽ റൈറ്റിംഗ് ആവും. അപ്പോൾ ഫോർ മീ ഐ നീഡ് ടു ഡു ഒറിജിനൽ റൈറ്റിംഗ്. അല്ലെങ്കിൽ ഈ സമയത്തേക്ക് ഞാൻ സെക്കൻഡ് ഫിലിമിലേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെയല്ല, ലൈക്ക് I'm trying this, I'm trying that, I'm trying this, and I have many ideas, but then അതിന് പിന്നെ എല്ലാം വന്നാലും നമ്മുടെ ഉള്ളിൽ ഇത് പോരാ, ഇനിയും കുറച്ചും കൂടി നമുക്ക് റിസർച്ച് വേണം എന്ന് തോന്നി. പക്ഷേ യു ഹാവ് ടു സിറ്റ് ആൻഡ് റൈറ്റ് എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. സോ വെൻസ് യു സ്റ്റാർട്ട് റൈറ്റിംഗ് ദെൻ ഇറ്റ് ഫ്ലോസ്. പക്ഷെ അത് ഓക്കെ ആവുന്നതായിരിക്കില്ല. പ്രോബബ്ലി യു വിൽ ഹാവ് ടു ഡു ദ 20th or 30th or 40th ഡ്രാഫ്റ്റ്. പക്ഷെ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. You prefer writing or digital ആയിട്ട്? Writing ആണ്. It's my, I still have this pen and paper thing. Super. Which I, sometimes I record and keep. പക്ഷേ എനിക്ക് എഴുതുമ്പോഴാണ്, it's much more. മാമിന് ബ്യൂട്ടിഫുൾ വോയിസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു,
singing ഒരു ഏരിയ ട്രൈ ചെയ്തിട്ടുണ്ടോ? So I just thought, okay, why don't I do a research whether Rohini ma'am has sung songs, and I found that ഒരു ഇതില് there was this dialogue song which is sung with SPB sir. And not sung, I spoke and he sang. You can't say I sang. Yeah, but ആ ഒരു ക്രെഡിറ്റ്സിൽ വരുമ്പോഴത്തേക്കും your name is there. Oh yeah, my God, I think I'm so blessed in that way, because my favorite is SP Balasubramaniam and Ilayaraja sarinte oru idilum. It was very accidental ആയിട്ടാണ് നടന്നത്. മകളിർ മട്ടും ഞങ്ങൾ ചെയ്തു. മകളിർ മട്ടും ചെയ്ത ശേഷം അപ്പോൾ അതിലൊരു പാട്ടുണ്ട് മകളിർ മട്ടും പാടത്തിൽ. ജാനകിയമ്മയാണ് ഞങ്ങൾക്ക് 3 പേർക്കും പാടിയത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സംസാരിക്കുന്ന മാതിരി ഉണ്ട്. ബിഗിനിങ് ഓഫ് ദി സോങ് ഒരു മുത്തുമുത്തിനു മൊത്തണം മൊത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു സോങ് ഞാനും രേവതിയും ഉരുഷ്യം ചെയ്ത്. അപ്പോൾ ഇളയരാജ സർ പറഞ്ഞു അപ്പോൾ കാസറ്റ് ആയിരുന്നില്ല. അപ്പോൾ കാസറ്റിലും നമുക്ക് ഇവരുടെ വോയിസസ് അത് ആ സോങ്ങിന് മുമ്പ് വരുന്ന ഡയലോഗ്സ് ഒക്കെ വെച്ചിട്ട് വി കൻ. അപ്പോൾ റെക്കോർഡിംഗ് തിയേറ്ററിൽ പോയി. ദെൻ ക്രേസി മോഹൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു കൊടുത്തു. ഞാനും എല്ലാം ചെയ്തു. എന്താണെന്ന് വെച്ചാൽ അപ്പോൾ രാജാ സാറിന് ഹി ഫൗണ്ട് സംതിങ് അബൌട്ട് മൈ വോയിസ്. നെക്സ്റ്റ് സംഗീതം സാർ ഡയറക്ഷൻ തന്നെ ദേവർ ഡൂയിങ് ദിസ് ചിന്നവാദ്യാർ. അപ്പോൾ ചിന്നവാദ്യാർ ചെയ്യുമ്പോൾ പറഞ്ഞു ഞാൻ ദേ വാണ്ടഡ് ദിസ് സോങ് ഓഫ് മെയിൽ പാട്ട് പാടുന്ന മാതിരിയും ഫീമെയിൽ ഇസ് ടോക്കിംഗ് എന്ന മാതിരിയും. അപ്പോൾ പറഞ്ഞപ്പോൾ ഹീറോയിൻ ആരാണെന്ന് അപ്പോഴും ദേ ഹാവ് നോട്ട് ഫിക്സ്ഡ് അപ്പ് ഹീറോയിൻ. Then they said, why don't you ask Rohini എന്ന് അവർ ഡിസൈഡ് ചെയ്തു ഇത്ര. And then they called me out of the blue. They called me and I went and they said you are going to talk in a song where SPB is singing. It was such a beautiful moment. എന്നിട്ട് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാലു സാർ വന്നു. ബാലു സാർ വരുന്നവരെ ഞാൻ അവിടെ ഇരുന്നു. സാർ വന്നിട്ട് അത് കേട്ടിട്ട് ഇതൊക്കെ നാം പാടണോമാ പറഞ്ഞിട്ട്. ബട്ട് ഐ എം സോ ഹാപ്പി ബിക്കോസ് ഐ എം നോട്ട് എ ഗുഡ് സിംഗർ. എവ്രിബഡി സേസ് ദറ്റ് പ്ലീസ് ഷട്ട് അപ്പ് എന്ന് എൻ്റെ മോനൊക്കെ പറയും. ഡോണ്ട് ഇവൺ ട്രൈ ഓക്കെ സിംഗിങ് എന്ന് പറയുന്ന മാതിരി സിംഗറാണ് ഞാൻ. പക്ഷേ സിംഗർ അല്ലാത്ത ഒരു പേഴ്സൻ്റെ ഒരു വോയിസും നെയിമും ഇസ് ഓൺ ദാറ്റ് ആൽബം എന്ന് പറയുന്നത്. I think somewhere I wanted it so much എന്ന് തോന്നുന്നു. So what's happening right now? ഇനി പുതിയൊരു ഹാറ്റും കൂടെ വെക്കുന്നുണ്ടോ? Are you in the process of discover or exploring something new apart from films? Films ആണല്ലോ because as a filmmaker I have not yet started my journey. I feel and അതാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. As an actor also I'm in a very good space. നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് വരുന്ന ഓഫേഴ്സ് തന്നെ സംതിങ് എക്സൈറ്റിംഗ് ഇസ് ദെയർ എന്ന് ഉള്ളത് ആണ്. അപ്പോൾ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇതും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിലിം മേക്കിംഗ് ഇസ് വാട്ട് ഇസ് മൈ നെക്സ്റ്റ് റിയൽ ഇത്. അപ്പോൾ ആർക്കും അറിയില്ലല്ലോ നമ്മൾ ഏത് തരത്തിലുള്ള സിനിമ ആണ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. There are many genres I would like to go, like there is a thriller genre, there is a thriller subject and a subject totally based on music, and there is a subject totally about a relationship and the dynamics of a relationship, and then survival de oru prashna ulla. Having said that, there are a lot of characters that you have inspired. അത് ചെയ്ത ക്യാരക്ടേഴ്സും ആയിരിക്കാം. ഇനിയും ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ, നമ്മൾ കുറേ ക്യാരക്ടേഴ്സ് എല്ലാത്തിലും കാണുന്നുണ്ട്. ഒരു ക്യാരക്ടർ എനിക്ക് ഇതുവരെ ലൈഫിൽ ചെയ്തിട്ടില്ല. ഡു യു ഹാവ് എനിത്തിങ് ഓഫ് ദാറ്റ് സോർട്ട് ഇൻ മൈൻഡ്? Yeah, I have this one character where one woman is fighting for a cause, sometimes taking the weapon and fighting for a cause എന്നുള്ളത്. ഒരു മാവോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. Something like that would be very bold എന്നല്ല, അവരുടെ all of us have choices in life. പക്ഷെ അവരുടെ ചോയ്സ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫും പോയാലും കൂടി ഈ ഇഷ്യൂവിന് വേണ്ടി ഞാൻ നിൽക്കുകയാണ്. ഐ വിൽ ഓൾസോ കിൽ ഫോർ ദിസ്
it is from a different ഇതാണ്. It's not a criminal mind അല്ല. It is a mind which is for a cause, for people only. I am doing this to protect somebody, protect my environment, or protect my people, protect people, voiceless people, protect ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. It's very totally selfless ആണ്. സെൽഫ്ലെസ് സാക്രിഫൈസ് ആണത്. ലൈഫും ജീവനും സാക്രിഫൈസ് ചെയ്യാനുള്ള അത്രത്തോളം അവർ അത് ആ ഐഡിയോളജിയിലേക്ക് ഭയങ്കരമായിട്ട് പോയ ഒരു പേഴ്സൻ്റെ ഒരു ഗ്രിറ്റിനെസ് ഉണ്ടല്ലോ, ആ പേഴ്സൻ്റെ ബിലീഫ് ആൻഡ് ദി ആങ്കർ, അതെന്താണെന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. Super. Wishing all the best for that. Thank you. And towards the last portion of my questions, ഇത്രയും ചെയ്തതിൽ നമ്മുടെ ഡയറക്ടേഴ്സ്, ഒത്തിരി പേര് ഡയറക്ടേഴ്സിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ആക്ടേഴ്സിൻ്റെ എല്ലാ എസെൻസും എടുത്ത് പോർട്രേ ചെയ്യാന്നുള്ളത്. ഹാവ് യു എവർ ഫെൽറ്റ് ലൈക്ക് ഇനിയും എനിക്കിതിൽ ചെയ്യാമായിരുന്നു, ബട്ട് നമുക്ക് അത്രയും വന്നില്ല, ഒരു സ്പേസ് കിട്ടിയിട്ടില്ല എന്ന് എപ്പോഴെങ്കിലും ഒരു റിഗ്രറ്റ് ഹാവ് യു എവർ ഫെൽറ്റ് ഇൻ എനി ക്യാരക്ടേഴ്സ്? ഏർലിയർ ഫിലിംസ് എപ്പോഴും അങ്ങനെ തന്നെ തോന്നുമായിരുന്നു എനിക്ക്. എപ്പോഴും ഞാൻ പക്ഷെ ഇപ്പൊ തിരിഞ്ഞ് ആ പടങ്ങളൊക്കെ നോക്കുമ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി ഗുഡ് എന്ന് തോന്നിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ എന്നെ എപ്പോഴും ഒരു ക്രിട്ടിക്കൽ ഐയോടാണ് എപ്പോഴും നോക്കിയത്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം റിയലി ബാഡ് ആക്ടർ എന്നാണ് എന്നെ പറ്റി എനിക്കുണ്ടായിരുന്ന ഒരു ഇമേജ്. ഡയറക്ടർ പറഞ്ഞത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എല്ലാ പടങ്ങളും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് അതൊക്കെ കാണുമ്പോൾ നോട്ട് ബാഡ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഐ ഹേർഡ് മണിരത്നം സർ ടോക്കിംഗ് അബൌട്ട് സംതിങ് ലൈക്ക് somebody asked him ഈ ക്യാരക്ടറിൽ ഇവരുടെ പെർഫോമൻസ് ശരിയായില്ല എന്ന് ഇപ്പോൾ കാണുമ്പോൾ he said then you only have to find fault with the director. ബിക്കോസ് ഇഫ് ഐ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ആണ് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അതാണ് എനിക്കും അപ്ലൈ ചെയ്യുന്നത്. ഒരു ഡയറക്ടർ നമ്മൾ അഭിനയിക്കുമ്പോൾ ഓക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഓക്കെ ആയിരുന്നു. സോ യു ഹാവ് ടു ഗിവ് ദ ഡയറക്ടർ ഓൾ ദ ക്രെഡിറ്റ് ഫോർ ഓക്കേയിങ്. ദാറ്റ് മീൻസ് യു ഹാവ് ഡൺ വെൽ എന്നാണ്. അപ്പോൾ സോ ഐ ഡോണ്ട് തിങ്ക് till now മുമ്പ് ഉണ്ടായിരുന്നു ഭയങ്കര, ദാറ്റ്സ് വാട്ട്, സെൽഫ് ഡൗട്ട് ഇല്ലാത്ത ആർട്ടിസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോഴും ഞാൻ ചെയ്തിട്ട് വന്നിട്ട് ചിലപ്പോൾ രാത്രി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, ഡിഡ് ഐ ഗിവ് മൈ ബെസ്റ്റ്, ഡിഡ് ഐ ഗിവ് മൈ ടോട്ടൽ എന്ന് ആലോചിക്കും. എന്നിട്ട് ചിലപ്പോൾ ഞാൻ ഡയറക്ടറിനോട് ചോദിക്കും അത് ശരിയായിരുന്നു, ഫൈൻ എന്ന്. ആഫ്റ്റർ 2 years I watched the performance, it was perfect. അപ്പോൾ എന്തിനാ നമ്മൾ ഇത്ര see, I think you will never be happy with your output at that point of time, because നമ്മുടെ മനസ്സിലുള്ളത് വേറെന്തൊക്കെയോ ആണ്. But one thing I can say is like every actor, for me I can say I will try to be honest for that moment. ആ ഒരു ക്യാരക്ടർ തനിക്ക് നടക്കുന്ന സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ I am very honest to that emotion. That's what is my struggle. I get that. So Rohini as an actress, മലയാളികൾ എല്ലാ പ്രാവശ്യം അന്നും ഇന്നും വിചാരിക്കുന്നത് മലയാളത്തിൻ്റെ സ്വന്തം മോൾ എന്ന് തന്നെയാണ്. ബട്ട് എനിക്കൊന്ന് ഇൻ്റർവ്യൂസിലായിരിക്കും കൂടുതൽ മനസ്സിലാക്കുന്നത് that she is a non-Malayali, ഒരു വേറെ ഡിസ്ട്രിക്ട്. It has always been there. Even ബാഹുബലി as a film കണ്ടപ്പോഴത്തേക്ക് നമുക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലെ ഒരു ആക്ട്രസ് ആണ് ഇത്രയും വലിയ ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇറ്റ് ഹാസ് ഗോൺ ഇന്റർനാഷണലി ഓൾസോ ദ ഫിലിം. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇന്റർനാഷണലി പോകണം എന്ന്? ബിക്കോസ് ഒത്തിരി ആക്ടേഴ്സും ഇപ്പം they are like finding space in that industry also. Have you ever dreamt of going to a different... Yeah. See, every actor's dream is that you have to go global എന്നുള്ളത്. So global എന്നുള്ളത് with the opportunity to do something where you come from, for what is your strength. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചിലപ്പോൾ there were some French movies shot in Chennai. There used to be some auditions for those French movies, and we have gone for the adukke in young
age itself there were some movies, and one movie Archana got to do that character. ഇങ്ങനെയൊക്കെ. Okay. So there were some films where movies with Indian characters ഉള്ളപ്പോൾ നമുക്ക് ഓഡിഷൻ ഒക്കെ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഇപ്പോൾ അതിനധികം ഫോക്കസ് കിട്ടുന്നുണ്ട്. ലൈക്ക് യു നോ യു ആർ ബീങ് invited to be part of a film എന്നുള്ളത്. So we are open for work, either it is in Kerala or it is in the Hollywood. You should be comfortable with what you are offered. എന്നിട്ട് അതിൽ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ഡയറക്ടർ നമുക്ക് ഈ ക്യാരക്ടറിൽ then do the best. Super. Like your dream character, that was quite catchy. When you said that, ഞാൻ അതിൽ തന്നെ ഇങ്ങനെ രൂപമായിട്ട് കണ്ടു. So hopefully, hope to see you in such a good character, like that, and wishing you all the best for the film that is coming up. Thank you so much for taking your time. It was really nice talking to you. Thanks a lot. Thank you so much. You did a good job too. Thanks a lot.